അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഖാൽ അയ്യുഹൻ നാസ് ഖദ് ഫറളല്ലാഹു അലൈക്കുമുൽ ഹജ്ജ. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന ജനങ്ങളോട് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്ന മനുഷ്യരെ, അല്ലാഹു നിങ്ങളുടെ മേൽ ഹജ്ജ് കർമ്മം നിർബന്ധമാക്കിയിരിക്കുകയാ. മഹാനായ പ്രവാചകൻ തന്റെ സ്വഹാബത്തിന്റെ മുന്നിലിരുന്ന് കൊണ്ട് പ്രഭാഷണം നടത്തുമ്പോ തന്റെ മുന്നിലിരിക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വരുന്ന സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു പറയുകയാണ്, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഖദ് ഫറളല്ലാഹു അലൈക്കുമുൽ ഹജ്ജ, അല്ലാഹു നിങ്ങളുടെ മേലെ ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുകയാണ്, അതിനാൽ നിങ്ങൾ ഹജ്ജ് ചെയ്യണേ എന്ന് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ആരാണ് ഹജ്ജ് ചെയ്യേണ്ടത്? പ്രായപൂർത്തിയായ ബുദ്ധിയുള്ള ഓരോ മുസ്ലിമിനും ഹജ്ജ് നിർവഹിക്കുവാനുള്ള കഴിവുണ്ടായാൽ, പ്രായപൂർത്തിയും ബുദ്ധിയും ഉള്ള ഒരു മുസ്ലിമിനെ ഹജ്ജ് ചെയ്യാനുള്ള സമ്പത്ത് അല്ലാഹു കൊടുത്താൽ, എന്റെ പ്രിയപ്പെട്ടവനെ, അവന് ഹജ്ജ് നിർബന്ധമാണ്, അവന് ഹജ്ജ് നിർബന്ധമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എങ്കിലോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ധാരാളം ആളുകളും അശ്രദ്ധമായി നടക്കുകയാണ്. സമ്പത്തുള്ളവന്, ആരോഗ്യമുള്ളവന്, അല്ലാഹു ഒരുപാട് കഴിവ് കൊടുത്തവന്, പണച്ചറപ്പ് ഒരുപാട് നിഅമത്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സമ്പത്തുണ്ട്, ഒരുപാട് അനുഗ്രഹങ്ങൾ റബ്ബ് ചെയ്തതാണ്. പക്ഷേ അവന് മനസ്സില്ലല്ലോ പരിശുദ്ധമായ കഅബയിൽ ചെന്ന് ഹജ്ജ് ചെയ്യാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ആ ഹജ്ജ് ചെയ്യുന്ന മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലത്തെ കുറിച്ച് പോലും നമുക്ക് പഠിക്കാനോ മനസ്സിലാക്കാനോ സമയമില്ലല്ലോ. ഹജ്ജിനെ കുറിച്ച് പറയുമ്പോൾ അടുത്ത കൊല്ലമാകട്ടെ, അടുത്ത കൊല്ലമാകട്ടെ, അടുത്ത കൊല്ലമാകട്ടെ, നാളെ നീള എന്ന് പറയുന്നത് പോലെ നീണ്ടുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യവാനാണ്, ഒരുപാട് സമയമുണ്ട്, സമ്പത്തുണ്ട്. ഏതോ പരിശുദ്ധമായ കഅബാലയത്തിൽ ചെന്ന് ഹജ്ജ് ചെയ്യാൻ പറയുമ്പോ മനുഷ്യൻ പറയുന്ന മറുപടി എന്തെന്നറിയുമോ? പ്രായമാകട്ടെ, അതാ വയസ്സാകട്ടെ, ഹജ്ജ് കഴിഞ്ഞു വന്നാൽ ഹാജിയെ പോലെ ജീവിക്കണമല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ബുദ്ധിയുള്ള മുസ്ലിമായ സമ്പത്തുള്ള ഒരു മനുഷ്യന് ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഹജ്ജ് നിർബന്ധമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞ ഈ കൂട്ടത്തിൽ ഹജ്ജ് നിർബന്ധമില്ലാത്ത ആരിക്കണം? ഷാജിക്ക, ധരിക്കുന്ന മെമ്പർ സാഹിബ്, അവരിക്കണം. നിങ്ങളിങ്ങനെ എണ്ണിക്ക് ഹജ്ജ് നിർബന്ധമില്ലാത്ത ആരാ ഉള്ള? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആരൊക്കെ പോയിട്ടുണ്ട് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹജ്ജൊക്കെ അതൊക്കെ കുറച്ച് കഴിയേണ്ട ഉസ്താദ് ഇല്ലേ? നാസറിനെ ഹജ്ജ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? ഹജ്ജ് ചെയ്യാൻ പോകാൻ പൈസ ഇല്ല, വലിയ വീട് വെച്ചിട്ടുണ്ടല്ലോ, അൽഹംദുലില്ലാ ഫ്രൂട്ട്സ് കടയൊക്കെ ഉണ്ടല്ലോ. ചിന്തിക്കതാ, ഹജ്ജ് ചെയ്യാൻ പോകാൻ സമ്പത്ത്. നമ്മൾ പറയുന്ന മക്കളെ കെട്ടിക്കണമെങ്കിൽ വിറ്റിട്ട് കെട്ടിക്കാൻ അറിയാം. ഹജ്ജിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ പറയും നാളെ ആകട്ടെ, നാളെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കാം. അതിനൊരു യോഗം വേണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതിന്റെ ശ്രേഷ്ഠതകളും അതിന്റെ പ്രതിഫലങ്ങളും നമ്മൾ ചിന്തിക്കുന്നില്ല. 2:30 3:30 ആദ്യമൊക്കെ കുറച്ചായിരുന്നു, ഇപ്പം 3:30 ആയി. 2:30 ആയിരുന്നു, ഇപ്പം ഇങ്ങനെ നീണ്ട് ഇനിയിപ്പം എപ്പോഴാ 5 ലക്ഷം ആകുമ്പോൾ പോയിരിക്കുക. അവ പറയും പറച്ചിനെ പണ്ട് 2:30 ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ 5 ആയോ? അപ്പൊ അവരപ്പോ പോകുന്തോറും വയസ്സങ്ങോട്ട് കൂടുന്തോറും പൈസ കൂടല്ലേ. 1 ലക്ഷം രൂപയ്ക്ക് പോയിരുന്ന കാലമുണ്ട്. 1 ലക്ഷം രൂപ, എനിക്ക് എൻ്റെ ഓർമ്മയുണ്ട്, 1 ലക്ഷം രൂപയ്ക്ക് ഹജ്ജിന് പോകാം. അന്നത്തെ 1 ലക്ഷമൊക്കെ വലിയ വിലയാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, 1 കഴിഞ്ഞു, 1.5 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 2.5 കഴിഞ്ഞു, 2:45 കണ്ട അവസാനത്തെ ഹജ്ജ് കഴിഞ്ഞത് ഗവൺമെന്റിൽ. ഇപ്പൊ ഇനി എപ്പോഴാണ് 3ഉം 4ഉം പോകുമ്പോൾ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇനി ഒരു 5 കൊല്ലം കൂടെ ബാക്കിലോട്ട് ചിന്തിച്ച് നോക്കുക. 5 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് 5 ലക്ഷം രൂപ വേണം. അപ്പം നമ്മളെന്ത് പറയും? 5 ലക്ഷമോ? അൽഹംദുലില്ലാ, പോകണം സഹോദരങ്ങൾ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഹജ്ജൊക്കെ പോയി ചെയ്യണം. എന്താ ഹജ്ജ് എന്നൊക്കെ പറഞ്ഞ് അൽഹംദുലില്ലാ, അല്ലാഹു എനിക്കൊരു അവസരം നൽകി. ഇനിയും പോകാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരു വലിയൊരു ഭാഗ്യമല്ലേ എനിക്ക്. അള്ളാഹിനെ എത്ര സ്തുതിച്ച ഈ പ്രായത്തിലൊക്കെ പോയി ഹജ്ജ് ചെയ്യാന്ന് വെച്ചാൽ വലിയൊരു ഭാഗ്യ. അൽഹംദുലില്ലാ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നീയും പോകണം, അതൊരു വല്ലാത്തൊരു അനുഭൂതി.
ഇനിയും പോകണം അൽഹംദുലില്ലാഹ് ഹജ്ജിന്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹജ്ജ് നിർവഹിക്കുന്നതിൻ്റെ ശ്രേഷ്ഠതകൾ ഒരു സത്യവിശ്വാസി അറിഞ്ഞിരിക്കണം. എന്താ ഹജ്ജ്? എന്താ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. നമ്മളിങ്ങനെയൊക്കെ പറയുന്നു. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അവിടെ പോകണം, ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ പോയിട്ട് സഫായി പോകണം, അല്ല ഹജ്ജ് കഴിഞ്ഞാൽ പോയി മിനായി പോയി കിടക്കണം. എന്തിനാ അവിടെ പോയി കിടക്കണം? ഒന്നുമില്ല, അവിടെ പോയി കിടക്കാം, അള്ളാഹ് പറഞ്ഞു പോയി കിടക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ അറഫയിലേക്ക് പോകണം, അവിടെ പോയി രാപ്പാർക്കം, മുസ്തലിഫയിൽ പോയി കിടക്കണം, ജംറയിൽ പോയി കല്ലെറിയണം. ഇതൊക്കെ തന്നെ, വേറെ ഒന്നുമില്ല. വലിയ കഷ്ടപ്പാടുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ അള്ളാഹു പറഞ്ഞു ചെയ്യടാ, എന്തിനെന്ന് ചോദിക്കരുത്. അല്ല പറഞ്ഞു നീ മിനായി പോയി കിടക്ക്, നീ മുസ്തലിഫയിൽ പോയി കിടക്ക്. എന്തിനാ അല്ല? പോയി കിടക്കടാ, നീ എൻ്റെ അടിമ, പോയി കിട, എവനാണെങ്കിലും പോയി കിടക്കണ്ട, ആരായാലും പോയിരിക്കണ്ടേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിലതൊക്കെ നമുക്ക് അതിനകത്ത് പഠിക്കാനുണ്ട്. അറഫ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അറഫയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എത്ര കോടാനുകൂടി ജനങ്ങൾ വന്നാലും അറഫയിൽ കൊള്ളും. അതാണ് അത് പ്രത്യേകത. ഉമ്മയുടെ ഗർഭാശയം പോലെ അള്ളാഹു അറഫ ഇങ്ങനെ, സത്യം പറഞ്ഞാൽ ആ അറഫയിൽ ഒരുമിച്ച് കൂടുന്നവർ മുഴുവനും അല്ലാന്നല്ലാതെ വേറൊന്നും വിളിക്കണില്ല. സത്യത്തിൽ മഹ്ശറയുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു വലിയ മഹ്ശറയുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അറഫയിൽ പോയി നിൽക്കുമ്പോൾ. മിനായിൽ പോയി കിടക്കുന്നു, മിനായി കിടക്കുമ്പോൾ ഖബറ ഓർമ്മ വരേണ്ടത്. അത് ഓർമ്മ തന്നെ. അവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ ഓരോ മനുഷ്യനും സ്ഥലം നിശ്ചയിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ കൈ ഇങ്ങനെ നാക്കാൻ പറ്റില്ല, അടുത്തവൻ്റെ നെഞ്ചത്താ. സത്യം പറഞ്ഞാൽ ഖബർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താ ഖബറെന്ന്. അങ്ങനെയാണ് മിന നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഓരോ കാര്യങ്ങളും, ഇബാദത്ത്, ഹജ്ജിന്റെ ഓരോ അമലുകളും നമുക്ക് വലിയ പാഠങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന്റെ പ്രതിഫലം എന്താണെന്ന് നമ്മൾ അറിയണം. ഹജ്ജ് ചെയ്യുന്ന ഒരു മനുഷ്യന്, ഹജ്ജിന്റെ മാസവ പലരും ചോദിക്കണം, ഉസ്താദെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കഥ ഒന്ന് പറയണേ. എന്തെങ്കിലും കഥ പറയാത്താമാരെ എപ്പോ വേണമെങ്കിലും പറയാലോ. ഇതൊക്കെ ഇപ്പോഴല്ലേ പറയാൻ പറ്റൂ. കഥ എപ്പോ വേണമെങ്കിലും പറയാം. എൻ്റെ പ്രിയമുള്ളവരെ, ഹജ്ജിന്റെ പ്രതിഫലം എന്താണ്? നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല സുഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ അഅമാലി അഫ്ളലു ഖാല ഈമാനു ബില്ലാഹി വറസൂലിഹി ഖീല സുമ്മ മാദാ ഖാല ജിഹാദുൻ ഫീ സബീലില്ലാഹ് ഖീല സുമ്മ മാദാ ഖാല ഹജ്ജുൽ മബ്റൂർ. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. മുത്തി നബിയോട് അവിടുന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഏത് പ്രവൃത്തിയാണ് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ളത്? ഏത് കാര്യത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ളത്? ഏറ്റവും വലിയ ഒരു നല്ല കാര്യം പറഞ്ഞു തരുമോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടുന്ന് സ്വഹാബത്ത് ചോദിക്കുമ്പോ റസൂലുള്ളാഹി പറയുകയാ, ഈമാനു ബില്ലാഹ്, അല്ലാഹുവിനെയും ഈമാനു ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും വിശ്വസിക്കലാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന കാര്യം. അല്ലാഹുവാണ്, മുത്തുനബി ആരാണ്? അല്ലാഹനെ കുറിച്ചും മുത്തുനബിയെ കുറിച്ചും അറിഞ്ഞിരിക്കണം. അവരെ വിശ്വസിക്കലാണ് ഏറ്റവും പ്രതിഫലം കിട്ടുന്ന കാര്യമെന്ന് മുത്തുനബി പറയുമ്പോ സ്വഹാബി ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, പിന്നെ എന്താണ് നബിയേ? പിന്നെ എന്താണ് നബിയേ? റസൂലുള്ളാഹി പറയുകയാണ്, ജിഹാദുൻ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നത്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിന് പോകുന്നത്, അത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ്, വലിയ ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. മുത്തുനബി അവിടുന്ന് രണ്ടാമതായി പറഞ്ഞു കൊടുക്കുമ്പോ സഹാബി വര്യൻ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, പിന്നെ എന്താണ് നബിയേ? ഏറ്റവും വലിയ പുണ്യമായ കർമ്മം എന്താണ്? അൽ ഹജ്ജുൽ മബ്റൂർ, അത് ഹജ്ജ് ചെയ്യലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്, വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു അമലാണ്. ഹജ്ജിന് വല്ലാത്ത പ്രതിഫലമാണ്. ഈ ഹദീസിലൂടെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതാ ആയിഷ റളിയല്ലാഹു തആല അൻഹ, അതാ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസ്, അന്നഹാ ഖാലത്ത് യാ റസൂലല്ലാഹ് നറൽ ജിഹാദ് അഫ്ദലുൽ അമൽ
عملي أفلا نجاهد قال لكن أفضل جهاد حج المبرور ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ് അവിടെ അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു നബിയേ യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ നബിയേ ജിഹാദ് സൽക്കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടാണ് ജിഹാദ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ഒരു അമലാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ഒരു അമലാണ് ജിഹാദ് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് പറയുന്ന ഏറ്റവും ശ്രേഷ്ഠമായതാണ് എങ്കിൽ അതിനാൽ ഞങ്ങൾ ജിഹാദ് ചെയ്യേണ്ടയോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുകയാണ് ജിഹാദിന് വലിയ പ്രതിഫലമാണല്ലോ ഏറ്റവും വലിയ ശ്രേഷ്ഠമായ കാര്യമാണല്ലോ അതുകൊണ്ട് ഞങ്ങൾ ജിഹാദ് ചെയ്യണ്ടേ നബിയേ ഞങ്ങൾ ജിഹാദ് ചെയ്യണ്ടേ നബിയേ അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അവിടെന്ന് പറഞ്ഞു ആവശ്യമില്ല ആയിഷ നീ ജിഹാദ് ചെയ്യണ്ട എന്നിട്ട് പ്രവാചകൻ പറയുകയാണ് ഏറ്റവും മഹത്തായത് ഹജ്ജാണ് ഏറ്റവും മഹത്തായത് ഹജ്ജാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു നബിയേ ജിഹാദിന് വല്ലാത്ത പ്രതിഫലമാണല്ലോ ജിഹാദിന് വല്ലാത്ത മഹത്വമാണല്ലോ ഞങ്ങൾ ജിഹാദ് ചെയ്യണമോ നബിയേ ഞങ്ങൾ പെണ്ണുങ്ങളാണല്ലോ നബിയേ ആ സമയത്ത് പറഞ്ഞു വേണ്ട ജിഹാദിന് വലിയ പ്രതിഫലമുണ്ട് എങ്കിലും ആയിഷ നിങ്ങൾ ഹജ്ജ് ചെയ്താ മതി ആയിഷ റസൂലുള്ളാഹി തങ്ങൾ അവിടെ പറയുമ്പോ കാല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെ മഹാനവറുകൾ പറയുകയാണ് സത്തുർരിഹാലി ഫിൽ ഹജ്ജ് അവിടെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ് ഹജ്ജിന് വേണ്ടി തയ്യാറെടുക്കുന്നവര് ഹജ്ജ് ചെയ്യണമെന്ന് മനസ്സിൽ മോഹമുള്ളവര് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ സത്തുർരിഹാലി ഫിൽ ഹജ്ജ് ഫഇന്നഹു അഹദുൽ ജിഹാദൈൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ് ഹജ്ജിന് പോകുന്നതിന് വേണ്ടി നിങ്ങൾ വാഹനം തയ്യാറാക്കുവിൻ ഹജ്ജിന് പോകുന്നതിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ വാഹനം തയ്യാറാക്കുവിൻ നിശ്ചയം അത് രണ്ട് ജിഹാദിൽപ്പെട്ടതാണെന്ന് രണ്ട് ജിഹാദിൽപ്പെട്ട ഒന്നാണെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ഹജ്ജിന് പോകുന്നതിന് വേണ്ടി വാഹനം നിങ്ങൾ നേരെയാക്ക് വാഹനം നിങ്ങൾ തയ്യാറാക്ക് അത് രണ്ട് അവിടെ നിന്ന് പറയുകയാ രണ്ട് ജിഹാദിൽപ്പെട്ട ഒന്നാണ് ജിഹാദിൽപ്പെട്ട കാരണം ഹജ്ജ് എന്ന് പറയുന്നത് വലിയൊരു ജിഹാദ് തന്നെയാ പോയിട്ടുള്ളവർക്കറിയാം അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ അമലുകളൊക്കെ എല്ലാവരും ഒന്നുപോലെ തന്നെ വേറെ വ്യത്യാസമില്ല പണക്കാരനാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും ഹജ്ജിന്റെ അമലുകൾ ചെയ്യേണ്ടത് തന്നെ ചെയ്യണം അവിടെ പോയിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ സൗദി അറേബ്യ ഇവിടാണല്ലോ ഇതിരിക്കുന്നത് സൗദി അറേബ്യയിലെ ഭരണാധികാരി പോയാലും ഈ പാവപ്പെട്ട ഞാൻ പോയാലും ഒന്നുപോലെ തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല ഇട്ടിരിക്കണ വസ്ത്രം ഒന്ന് തന്നെ ചെയ്യേണ്ട അമലും ഒന്ന് തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല പിന്നെ അദ്ദേഹത്തിന് ഇത്തിരി പ്രത്യേക പരിഗണന ഉണ്ടാകും നമുക്ക് പരിഗണന ഉണ്ടാവത്തില്ല അത്രേ ഉള്ളൂ അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവർ അതുകൊണ്ട് അതിനുവേണ്ടി തയ്യാറാകെ അതൊരു ജിഹാദിന്റെ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് മഹാനായ പ്രവാചകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു قال سمعت رسول الله صلى الله عليه وسلم يقول من طاف بالبيت وصلى ركعتين كان كعتق الرقبة മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് മുത്തുനബി പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് മഹാനവറുകൾ അവിടുന്ന് പറയുകയാണ് ആരെങ്കിലും കഅബയിൽ ചെല്ലുകയും അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബയിൽ ചെന്ന് തവാഫ് ചെയ്തു ശേഷം 2 റക്അത്ത് നമസ്കരിക്കുകയും ചെയ്താൽ അവന് ഒരു അടിമയെ മോചിപ്പിച്ച പ്രതിഫലമുണ്ടെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബ
കഅബാലയത്തിലേക്ക് കടന്നു ചെന്നിട്ട് ആ കഅബാലയം തവാഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ കഅബാലയത്തിൽ തവാഫ് ചെയ്തിട്ട് 2 റക്അത്ത് നിസ്കരിച്ചാൽ ഒരു അടിമയെ മോചിപ്പിച്ച പ്രതിഫലമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. നമ്മൾ പള്ളിക്കകത്ത് കയറി എന്ത് ചെയ്യണം? പരമനുഷ്യന്മാരെ പള്ളിക്കകത്ത് കയറി എന്ത് ചെയ്യണം? 2 റക്അത്ത് നിസ്കരിക്കണ്ടേ? കഅബാലയത്തിൽ പോയാൽ നിസ്കരിക്കണോ? വെടികൊണ്ടതുപോലെ ഇരിക്കുക. നമ്മള് പള്ളിക്കകത്ത് കയറിയാൽ പള്ളിക്കകത്ത് കയറിയോണ്ട് 2 റക്അത്ത് നിസ്കരിക്കണ്ടേ? എങ്കിൽ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുന്നിൽ പോയി കഴിഞ്ഞാൽ അവിടെ തവാഫാണ് ചെയ്യേണ്ടത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ടാ പറഞ്ഞത്, നീ കഅബാലയത്തിൽ അവിടെ നിസ്കാരമല്ല, പോയി ഉടനെ ഒരു 7 പ്രാവശ്യം പരിശുദ്ധമായ കഅബാലയത്തിന്റെ ചുറ്റുഭാഗത്ത് തവാഫ് ചെയ്യുക. 2 റക്അത്ത് നിസ്കരിച്ചാൽ അടിമയെ മോചിപ്പിച്ച പ്രതിഫലം അള്ളാഹു നിനക്ക് നൽകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു പ്രതിഫലം. അവിടെ നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഹുജ്ജാജു വൽ ഉമ്മാർ വഫദുല്ലാഹ് ഇൻ ദഅഊഹു അജാബഹും വഇൻ ഇസ്തഗ്ഫിറൂ ഗഫറ ലഹും. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഹജ്ജ് ചെയ്യുന്നവരും ഉംറ ചെയ്യുന്നവരും അല്ലാഹുവിന്റെ യാത്രയാക്കപ്പെട്ട സംഗമാ. അവിടെ ഖുർആൻ റസൂലുള്ളാഹി പറയുകയാണ്, അൽ ഹുജ്ജാജു വൽ ഉമ്മാർ വഫദുല്ലാഹ്. അത് അല്ലാഹുവിന്റെ നിവേദന സംഘമാണ്. അതല്ലാഹുവിന്റെ നിവേദന സംഘമാണ്. പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, അവരാരെങ്കിലും അല്ലാഹുവിനോട് ദുആ ചെയ്താൽ, അവരാരെങ്കിലും അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അവർക്ക് ഉത്തരം നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബയിലേക്ക് പടച്ചവനെ അല്ലാഹുവിന്റെ അതിഥികളായി കടന്നു പോകുന്നവരുണ്ടല്ലോ, അവിടെ ചെന്ന് നിന്നിട്ട് ആരെങ്കിലും അല്ലാഹുവിനോട് ദുആ ചെയ്താ അവന്റെ ദുആയ്ക്ക് ഉത്തരമുണ്ട്, അവന് പാപമോചനമുണ്ട്. അവൻ ആർക്ക് വേണ്ടി ദുആ ചെയ്യുന്നോ അവന്റെ ദുആയ്ക്കും അവനും ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ദുആയ്ക്ക് ഉത്തരമുണ്ട്. അല്ലാഹുവിന്റെ നിവേദന സംഗമ. അല്ലാഹു ആരെയാണോ തിരഞ്ഞെടുത്തത് അവർക്ക് മാത്രമേ അവിടെ പോകാൻ കഴിയൂ. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അത്ര ഇബ്രാഹിമേ, ആ കാണുന്ന പർവ്വതത്തിന്റെ മുകളിൽ കയറി എന്നിട്ട് വിളിക്കാൻ. ഇബ്രാഹിം നബി ആരെ വിളിക്കാൻ? കയറി എന്നെ വിളിക്കാൻ പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുന്നു, അന്ന് ആരൊക്കെ വിളി കേട്ടിട്ടുണ്ടോ അവരൊക്കെ പോകും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ജബൽ അബൂ ഖുബൈസ് എന്ന് പറയുന്ന പർവ്വതം കാണാം. കയറി നിന്നിട്ട് വിളിക്കാൻ പറഞ്ഞു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട്. ഇബ്രാഹിം നബി ആ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിന്ന് വിളിച്ചു. ഇന്ന് പോകുമ്പോഴും കാണാം ആ വിളിക്കുത്തരം. എന്റെ പ്രിയപ്പെട്ടവരെ, കഅബാലയത്തിലേക്ക് കടന്നു ചെന്നാൽ അവന്റെ ദുആയ്ക്ക് ഉത്തരമുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു വരം, അതന്നെ ഒരു വരമെന്ന് പറയുണ്ടല്ലോ ജീവിതത്തിൽ. എല്ലാവർക്കും വരങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. നമുക്കൊരു വരണ്ട്. നമ്മൾ എന്ത് ചോദിച്ചാലും അള്ളാഹു തരുന്ന ഒരു സമയമുണ്ട്. എന്ത് ചോദിച്ചാലും അള്ളാഹു തരും. ജീവിതത്തിൽ ഒരിക്കലേ കിട്ടത്തുള്ളൂ. ജീവിതത്തിൽ അതൊരിക്കലേ ഉള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, അത് ചോദിക്കണമെങ്കിൽ എവിടെ പോകണം? അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ണുകൊണ്ട് കാണുന്ന സമയം. തന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന സമയം. ആ കഅബ കാണുമ്പോൾ നീ റബ്ബിനോട് എന്ത് ചോദിച്ചാലും അല്ലാഹ് നിനക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒക്കെ കഅബാലയം ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോകുന്നവരോട് പറയും, കണ്ണ് താഴ്ത്തി നടക്ക, ആരും ഒളിഞ്ഞു നോക്കല്ലേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ കണ്ണ് താഴ്ത്തി. കാരണം ദുനിയാവിൽ ജീവിക്കുമ്പോൾ, നാട്ടിൽ ജീവിക്കുമ്പോൾ ആ കഅബയുടെ നേരെ നിന്ന് നിസ്കരിച്ചത് ആ ഫോട്ടോയിൽ കണ്ട പരിചയം മാത്രമേ ഉള്ളൂ. അല്ലാഹുവേ, പടച്ചവനെ, ആ പരിശുദ്ധമായ കഅബ കാണാൻ ഒളിഞ്ഞു നോക്കരുതെന്ന് അമീറന്മാർ പറയും. അവസാനം കഅബയുടെ മുന്നിലെത്തുമ്പോൾ അമീർ പറയും, എല്ലാവരും കണ്ണ് തുറക്കാൻ, നേരെ നിന്നിട്ടങ്ങോട്ട് കാണാൻ. അൽഹംദുലില്ലാഹ്, കണ്ണ് നിറഞ്ഞു പോകും. അല്ലാഹു നമുക്ക് ചെന്ന് കാണാൻ ഭാഗ്യം തരുമാറാകട്ടെ.
അള്ളാഹു ജീവിതത്തിൽ ഒരിക്കലേ അതുണ്ടെന്ന പിന്നെ മഹത്തുക്കൾ പറയുന്നുണ്ട്, ജീവിതത്തിൽ ഒരിക്കലേ ഈ ഒരു അവസരമുള്ളൂ. അതുകൊണ്ട് പിന്നെ മഹത്തുക്കൾ പറയുന്നു കുറേ നാൾ കഴിഞ്ഞിട്ട് പിന്നെയും പോകുമ്പോൾ അത് കിട്ടുമെന്ന്. കുറേ കാലം കഴിഞ്ഞിട്ട് പിന്നെയും പോകുമ്പോൾ സത്യത്തിൽ എൻ്റെ പ്രിയപ്പെട്ട എന്തുമാകട്ടെ ജീവിതത്തിൽ ഒരിക്കലേ ഉള്ളൂ. അൽഹംദുലില്ലാഹ്, അള്ളാഹു അവസരമൊക്കെ മുതലാക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. പണം വേണോ? പോയി ചോദിക്കും. കടം മാറണോ? പോയി കട ഉസ്താദെ കടം. ഹജ്ജിന് പോകാക്ക കടവാന്നാ പറയണേ. എന്ത് കടം? കടം കാരണം ഇവൻ തിന്നുന്നുമില്ല, കുടിക്കണോ ഇല്ല, നടക്കണോ ഇല്ല, പൊളിക്കണോ ഇല്ല, ഒന്നുമില്ല. കടമുണ്ടെങ്കിൽ ഹജ്ജിന് പോകണ്ടെന്ന് പറയണേ. ഏത് കടമാണെന്ന് ഇവിടെ മനസ്സിലാക്കണം. ഏക്കർ കണക്കിന് വസ്തു കിടക്കുന്നുണ്ട്, ഏതെങ്കിലും ഒരു മൂല വെട്ടി അവൻ്റെ കടം വീട്ടും. എന്നിട്ട് ഇവൻ കടത്തിന്റെ പേര് പറഞ്ഞിട്ട് ഹജ്ജിന് പോകാതിരിക്കുക. കടമുണ്ടെങ്കിൽ നിനക്കത് കൊടുക്കാനുള്ള സമ്പത്തില്ല എങ്കിലും അത് കൊടുക്കാനുള്ള സ്രോതസ് നിനക്കുണ്ടെങ്കിൽ ഒരാൾക്ക് കടം കൊടുക്കാൻ അതിൽ പോയി പറഞ്ഞാൽ പോരെ. ഷാജിയാൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഞാൻ ഇത്തിരി പൈസ തരാണ്ട് ഹജ്ജിനൊക്കെ പോയിട്ട് വരട്ടെ, ഇൻഷാ അല്ലാഹ് തരാം, നമ്മൾ തമ്മിലൊരു കരാറ് വെച്ചാൽ പോരെ. അല്ലെങ്കിൽ അതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഹജ്ജിന് പോകാത്ത ഒരുപാട് പേർ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അവൻ അവിടെ ചെന്ന് കഴിഞ്ഞ് പ്രാർത്ഥിച്ചാൽ, അവൻ ദുആ ചെയ്താൽ അവൻ്റെ ദുആയ്ക്ക് ഉത്തരമുണ്ട്. അവന് പാപമോചനം തേടിയാൽ അവർക്ക് ഞാൻ പുറത്തു കൊടുക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. മറ്റൊരു ഹദീസ്, അൻ സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ മുസ്ലിമിൻ യുലബ്ബി ഇലയ്യ ലബ്ബാ മൻ അൻ യമീനിഹി ഔ അൻ ശിമാലിഹി മിൻ ഹജറിൻ ഔ ഷജറിൻ ഔ മദരിൻ ഹത്താ തൻഖതിഅൽ അർളു മിൻ ഹാഹുനാ വഹാഹുനാ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി സഅദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യനെ തൽബിയത്ത് ചൊല്ലുമ്പോൾ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ലബ്ബൈക പറയുമല്ലോ. ആ ലബ്ബൈക പറയുന്നവന് കിട്ടുന്ന പ്രതിഫലം പ്രവാചകൻ പറയുകയാണ്, അല്ലാഹുവേ അവന്റെ ഇടതുഭാഗത്ത് നിന്നും വലതുഭാഗത്ത് നിന്നുമായി ഈ ഭൂമിയിലുള്ള കല്ലുകളും മരങ്ങളും ചരൽ കല്ലുകൾ പോലും ലബ്ബൈക പറയുന്ന മനുഷ്യന് വേണ്ടി അവന്റെ നാല് ഭാഗത്തുമുള്ള ഈ ഭൂമിയിലെ പടച്ചവനെ വലതുഭാഗത്ത് ഇടതുഭാഗത്ത് ഈ ഭൂമിയിലുള്ള കല്ലുകളാകട്ടെ, മണൽ തരികളാകട്ടെ, മരങ്ങളാകട്ടെ, എല്ലാ ജീവജാലങ്ങളും അല്ലാഹുവേ തർബിയത്ത് ചൊല്ലുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അവനവിടെ ലബ്ബൈക പറയുന്ന സമയത്ത് പറയാ ലോകത്തുള്ള സർവചരാചരങ്ങളുമുണ്ട്. വല്ലാത്ത പ്രതിഫലമാണല്ലോ. അതിന്റെ പ്രതിഫലം അല്ലാഹു അവന് കൊടുക്കുമല്ലോ. നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല സമിഅതു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം يقول من حج لله فلم يرفث ولم يفسق رجع كيوم ولدت أمه. പടച്ചവനെ എന്തിനാണ് ഇത് പറയുന്നതെന്നറിയുമോ? എന്തിനാണ് ഹജ്ജിന്റെ പ്രതിഫലം എന്നറിയുമോ? അല്ലാഹുവേ പടച്ചവനെ ദുൽഹജ്ജ് വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ ഹജ്ജിന്റെ മാസം അവിടെ നിന്ന് തുടങ്ങുമ്പോ അല്ലാഹുവേ നിനക്ക് ഹജ്ജിന് പോകാൻ കഴിഞ്ഞില്ലെങ്കിലും നീ ചിന്തിക്കണമല്ലാ, ഹജ്ജിന്റെ മാസം തുടങ്ങിയല്ലോ, ജനങ്ങൾ ഇഹ്റാം കെട്ടിയല്ലോ, ജനങ്ങൾ മിനയിലാണല്ലോ, ജനങ്ങൾ അറഫയിലാണല്ലോ. അല്ലാഹുവേ പടച്ചവനെ അവര് മുസ്തലിഫയിലാണല്ലോ. എടാ ശരീരം കൊണ്ട് പോകാൻ പറ്റിയില്ലെങ്കിലും മനസ്സുകൊണ്ട് പോകാൻ കഴിയണം. അല്ലാഹുവേ ഇന്ന് നമുക്ക് പണമുണ്ടെങ്കിലും ഹജ്ജിന് പോകാൻ കഴിയില്ല. പക്ഷേ മനസ്സവിടെ എത്തണം. നീ ഹാജിയാകണം. നീ ഹാജിയെ പോലെ ഈ പരിശുദ്ധമായ ഹജ്ജിന്റെ 10 ദിനങ്ങളുണ്ടല്ലോ, ഒരു ഹാജിയെ പോലെ നീ നിന്റെ വീടിന്റെ അകത്തിരുന്ന് ഹജ്ജ് ചെയ്യ്. മനസ്സുകൊണ്ട് ഹജ്ജ് ചെയ്യ്. ശരീരം അവിടെ പോയില്ലെങ്കിലും നിന്റെ മനസ്സുകൊണ്ടെങ്കിലും നിനക്ക് ഹജ്ജ് ചെയ്യാൻ കഴിയണം. അങ്ങനെ ചെയ്താ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുൽഹജ്ജ് മാസം തുടങ്ങിക്കഴിഞ്ഞാൽ, ഹജ്ജിന്റെ മാസം തുടങ്ങിയാൽ അൽഹംദുലില്ലാഹ്
അൽഹംദുലില്ലാ അല്ലാഹ് ഇന്ന് ഹാജിമാരൊക്കെ ഇഹ്റാം കെട്ടി. പടച്ചവനെ അവര് മിനായിലേക്ക് പോകും. അവര് മിനയിലാണ്. അവിടെ ഇരുന്ന് ദിക്റും ദുആകളുമായിരിക്കും. പടച്ചവനെ ഞാനും എൻ്റെ വീടിനകത്തിരുന്നിട്ട് ദിക്റും ദുആയും. ശരീരം കൊണ്ട് പോകാൻ പറ്റിയില്ലെങ്കിലും മനസ്സുകൊണ്ടെങ്കിലും ആ മണ്ണിലെത്തണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അങ്ങനെ എത്രയോ പേരുണ്ട്. അങ്ങനെ ഹജ്ജ് ചെയ്യുന്ന എത്രയോ പേരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനസ്സുകൊണ്ടെങ്കിലും നമുക്ക് അവിടെ എത്താൻ കഴിയണം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മുത്തുനബി അവിടുന്ന് പ്രതിഫലം പറയുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, റസൂലുള്ളാഹി പറയുന്നു, മൻ ഹജ്ജ ലില്ലാഹ്, നബി പറയുന്നു, ഏതെങ്കിലും ഒരു പുരുഷനോ ഏതെങ്കിലും ഒരു സ്ത്രീയോ ആരെങ്കിലും പരിശുദ്ധമായ കഅബാലയത്തിൽ പോയി ഹജ്ജ് ചെയ്താൽ അവൻ അല്ലാഹുവിന്റെ തൃപ്തിയല്ലാതെ വേറെ ഒന്നുമില്ല. നാട്ടുകാർ മുഴുവനും ഹാജിയാരെന്ന് വിളിക്കണം എന്ന് കരുതിയിട്ടല്ല, ഹാജി എന്ന് പറയുന്ന പട്ടം മോഹിച്ചിട്ടല്ല, അല്ലാഹുവിന്റെ തൃപ്തി കരുതിയിട്ട് പരിശുദ്ധമായ കഅബയിൽ പോയി ഏതെങ്കിലും ഒരു മനുഷ്യനെ ഹജ്ജ് ചെയ്താൽ അവന് കൊടുക്കുന്ന പ്രതിഫലമെന്താ? അല്ലാഹ് അവന് കൊടുക്കുന്ന പ്രതിഫലമെന്താ? റസൂലുള്ളാഹി പറയുകയാണ്, ഹജ്ജ് നിർവഹിച്ചാൽ അവൻ തിരിച്ചു വരുന്നത് അവന്റെ മാതാവ് അവനെ പ്രസവിച്ചതുപോലെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആ ഹാജി കഴിഞ്ഞ് ഹജ്ജ് ചെയ്തിട്ട് തിരിച്ചു വരുന്ന ഹാജി ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വരുന്നത് പോലെ, ഒരു പാപവും ചെയ്യാതെ ഒരു തെറ്റും ചെയ്യാത്തവനെ പോലെ, ചോര കുഞ്ഞുമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് 10 മാസം കഴിയുമ്പോ ഇറങ്ങി വരുന്നത് പോലെ പാപങ്ങൾ മുഴുവനും പുറത്തവനായ രീതിയിൽ അവിടെ നിന്ന് പറയുകയാ, ഉമ്മ പ്രസവിച്ചതുപോലെ അല്ലാഹു അവനെ ശുദ്ധീകരിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവന്റെ മാതാവ് പ്രസവിച്ച ദിവസം, അവന്റെ മാതാവ് പ്രസവിച്ച ദിവസത്തെ പോലെ പാപങ്ങളിൽ നിന്ന് അവനെ ശുദ്ധീകരിക്കുകയാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, താബിഉ ബൈനൽ ഹജ്ജി വൽ ഉംറതി ഫഇന്നഹുമാ യൻഫിയാനി അൽ ഫഖറ വദ്ദുനൂബ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഹജ്ജും ഉംറയും നിങ്ങൾ ഒരുമിച്ച് നിർവഹിക്കുക, ഹജ്ജും ഉംറയും നിങ്ങൾ ഒരുമിച്ച് നിർവഹിക്കുക. ഈ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, അവ രണ്ടും ഉലയിരുമ്പിന്റെ കീടം നീക്കം ചെയ്യുന്നത് പോലെ ദാരിദ്ര്യവും പാപവും നീക്കം ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ ഉദാഹരണമാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. നിങ്ങൾ ഹജ്ജും ഉംറയും ഒരുമിച്ച് ചെയ്യുക. നിങ്ങൾ ഹജ്ജും ഉംറയും നിങ്ങൾ ഒരുമിച്ച്, കാരണം ഉലയിൽ നിന്ന് ഇരുമ്പിന്റെ കീടം നീക്കാറുണ്ടല്ലോ. ഇരുമ്പങ്ങട്ട് ഈ ഉലയിലിട്ടിട്ട് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതിനകത്തുള്ളതെല്ലാം പോയി കഴിഞ്ഞു. അതിനകത്തുള്ളത് മുഴുവനും ഏത് തുരുമ്പ് പിടിച്ചതാണെങ്കിലും എടുത്തിട്ടൊന്ന് കത്തിച്ചു വയ്ക്കുക. പഴയ കത്തുവാളൊക്കെ എടുത്തുകൊണ്ട് വെട്ടുകത്തിയൊക്കെ എടുത്തുകൊണ്ട് പോയി കൊടുത്തു വയ്ക്കുക. കൊടാലിയൊക്കെ എടുത്തുകൊണ്ട് കൊടുത്തങ്ങോട്ട് കയറ്റി കടത്തി പഴുപ്പിച്ച് അടിച്ചിങ്ങോട്ട് എടുക്കുമ്പോഴത്തേക്ക് വെളുവിളാതിരിക്കില്ലേ? അതിൻ്റെ എല്ലാം പോയില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഹജ്ജും ഉംറയും ഒരുമിച്ച് ചെയ്താൽ 2 കാര്യങ്ങൾ മാറും. ഒന്ന്, നിന്റെ പാപം മുഴുവനും അല്ലാഹു പുറത്തു തരും. ഒന്ന്, നിന്റെ പാപം മുഴുവനും അല്ലാഹു പുറത്തു തരും. 2, ഹജ്ജിന് പോകാൻ പേടി എന്ത്? 3 ലക്ഷം കൊടുക്കണം, 4 ലക്ഷം കൊടുക്കണം. പെൺപിള്ളാർ വളർന്നു വരുന്നു, പടച്ചവനെ വീട് വെക്കണം, മക്കളെ കെട്ടിക്കണം. ഹജ്ജിന് പോയാൽ കടമാവത്തില്ലേ? മക്കളെ എങ്ങനെ കെട്ടിക്കും? പൈസയൊക്കെ പോയാൽ ദാരിദ്ര്യം വരത്തില്ലേ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഹജ്ജും ഉംറയും ചെയ്യ്. 2 നേട്ടം. 1, പാപം അല്ലാഹു പുറത്തു തരും. 2, ദാരിദ്ര്യം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. എടാ, ഹജ്ജ് ചെയ്ത ഹാജിക്ക് ഒരിക്കലും അല്ലാഹു ദാരിദ്ര്യം കൊടുക്കില്ല. അതാ മനസ്സിലാക്കണ്ടേ? നീ പോകാത്തത് 3-4 ലക്ഷം പോകുമല്ലോ എന്നുള്ള പേടി. ഒരു ഹജ്ജിന് 3 ലക്ഷം രൂപ അടുത്ത ഹജ്ജിന്റെ സമയത്ത് പൊക്കോണം. അല്ലാഹു ഈ മന്ദിരമാറാകട്ടെ.
നിയത്ത് ഇൻഷാ അല്ലാഹ്. ഹജ്ജിന് എപ്പോൾ ഫ്ലൈറ്റ് തുറക്കുന്നുണ്ടോ അടുത്ത വർഷത്തെ ഹജ്ജിന് പൊക്കോണം മെമ്പറൊക്കെ ഇൻഷാ അല്ലാഹ്. കാരണം അല്ലാഹ് നിങ്ങൾക്ക് അത്ര അനുഗ്രഹം ചെയ്തിട്ടുണ്ട്, അള്ളാഹു അത്രയും നിഅമത്ത് ചെയ്തിട്ടുണ്ട്. ആ അവസരത്തിലാണ് പോയി ചെയ്യേണ്ടത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഹജ്ജ് ചെയ്ത ഹാജിക്ക് ദാരിദ്ര്യം വരുവോ? വരൂല. ആരാ പറഞ്ഞത്? ഞാനല്ല. സിറാജ് പറഞ്ഞാൽ പറയാം പോകാൻ പറ്റണമെന്ന് പറയാം. ഞാനാണിത് പറയുന്നത്. അങ്ങാരി ഒന്ന് പൊളിപ്പിക്കാൻ വേണ്ടി ഒന്ന് കൊതിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെയല്ലപ്പാ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിന്റെ ജീവിതത്തിൽ ദാരിദ്ര്യം വരില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ചൗക്കണ്ണനൊക്കെ പോയിട്ടുണ്ടോ? അൽഹംദുലില്ലാ. പോയില്ലേ? ഗൾഫിൽ കിടന്നപ്പോഴാ പോയല്ലേ? നാട്ടിൽ നിന്ന് പോകണം കേട്ടാ. ഹാജിക്കായ ജമാഅത്തിന്റെ പ്രസിഡന്റ് അൽ ഹാജ് എന്നൊരു പേര് കൂടെ വേണം. ഷാജി സാഹിബ് എന്ന് കൂടെ വിളിക്കണം. അൽ ഹാജ്, അതാണ്. അൽഹംദുലില്ലാ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹജ്ജിനൊക്കെ പോകണം. എന്നെ പറഞ്ഞു വന്നത്, ഒരിക്കലും ദാരിദ്ര്യം അള്ളാഹു തരൂല. അതിനു വേണ്ടി മാറ്റിവെക്കണ പൈസ മാറ്റി വെച്ചേരെ. എത്രയോ ചെരുപ്പ് കുത്തികൾ വരെ ഹജ്ജിന് പോയിട്ടുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അവിടുന്ന് വലിയ ഹദീസ് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ഈ പരിശുദ്ധമായ കഅബാലയത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് നിന്റെ വീട്ടിൽ നിന്ന് നീ പുറപ്പെടുന്നത് മുതൽ നിന്റെ വാഹനത്തിന്റെ ഓരോ ചുവട്ടടികൾക്കും അള്ളാഹു നിനക്ക് നന്മ രേഖപ്പെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അന്നവരൊക്കെ വാഹനങ്ങളിൽ നിന്ന് കുതിരപ്പുറത്ത്, ഒട്ടകപ്പുറത്ത്, ഫ്ലൈറ്റ് ഒന്നും ഇല്ലല്ലോ. അന്നവർ യാത്ര ചെയ്യുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഓരോ ചുവട്ടടിക്കും അള്ളാഹു നിനക്ക് പ്രതിഫലം നൽകുകയാ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന, നിന്റെ പാപം പൊറുക്കുന്നു, നിന്റെ തിന്മ മായിച്ചു കളയുന്നു, നിനക്ക് നന്മ രേഖപ്പെടുത്തുന്നു. നീ സഞ്ചരിക്കുന്ന വാഹനം, ആ ഒട്ടകത്തിന്റെ ഒരു കാല് അല്ലെങ്കിൽ ഒരു കുതിരയുടെ ഒരു കാല് വെക്കുമ്പോൾ നിനക്ക് പ്രതിഫലമാ. എത്ര കിലോമീറ്റർ! നമ്മളൊക്കെ ഇവിടെ നിന്ന് എത്ര ദൂരം സഞ്ചരിച്ചാ പോകുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അറഫയിൽ നിൽക്കുമ്പോൾ അള്ളാഹു ഒന്നാം ആകാശത്ത് ഇറങ്ങി വരികയും മലക്കുകളോട് അഭിമാനപൂർവ്വം ഇങ്ങനെ പറയുകയും ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അറഫയിലെ ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂടുന്ന ദിനമുണ്ടല്ലോ. ആ സമയത്ത് അല്ലാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് മലക്കുകളോട് അഭിമാനത്തോടുകൂടി പടച്ച റബ്ബ് പറയുകയാ, ഇവരാണ് എൻ്റെ അടിമകൾ, ഇവരെന്റെ അടിമകളാകുന്നു, ഇവരെന്റെ അടിമകളാകുന്നു. പൊടിപുരണ്ട ശരീരവും ജടപിടിച്ച തലയുമായി എന്റെ അനുഗ്രഹം ആശിച്ചുകൊണ്ട് കടന്നു വന്നവരാണ്. മലക്കുകളോട് പറയുകയാ, നിങ്ങളല്ലേ പറഞ്ഞത് ഇവരെ നിങ്ങളെ സൃഷ്ടിക്കരുതെന്ന്? ഇവരാ എന്റെ അടിമകൾ, നീ കാണുന്നു പറഞ്ഞു. അല്ലാഹു മലക്കുകളെ വിളിച്ചിട്ട് കാണിച്ചു കൊടുക്കുകയാ, ഞാൻ പറഞ്ഞതുപോലെ 2 വസ്ത്രവും ധരിച്ചിട്ട് 2 വെള്ള തുണിയും പൊതിഞ്ഞിട്ട് മുടി ജട പിടിച്ചിട്ട് ശരീരം മുഴുവനും പൊടിപടലങ്ങളായി നിൽക്കുന്നത് കണ്ടോ? ഇവരാണ് എൻ്റെ അടിമകൾ, ഇവരാണ് എൻ്റെ അടിമകൾ. അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്, അല്ലാഹു മലക്കുകളോട് പരിചയപ്പെടുത്തുകയാണ്. എന്നിട്ട് അവിടുന്ന് പറയുകയാ, എന്തിനാണ് ഇവരെ കരയുന്നത്? ഇവരെ ഞാൻ ശിക്ഷിക്കുമെന്ന് ഭയന്നുകൊണ്ടാണ്. അറഫയിൽ പോയി നിൽക്കണം സഹോദരാ. കരയാത്ത ഒരു കണ്ണുകളില്ല, കരയാത്ത കണ്ണുകളില്ല, പിടയാത്ത ഹൃദയങ്ങളില്ല. നിലവിളിയാണ്, നിലവിളിയാണ്. റബ്ബിന്റെ മുന്നിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് പടച്ചറപ്പേ ഇരുന്ന് നിലവിളിക്കുന്നു. അല്ലാഹ്, പേടിയാ അല്ലാഹ്, എനിക്ക് പുറത്തു തരണേ അല്ലാഹ്. റസൂലുള്ള പോലും പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ റസൂൽ പോലും പറഞ്ഞല്ലോ, ഇബ്ലീസ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരയുന്ന ദിവസം എന്തെന്നറിയുമോ? അറഫയുടെ ദിവസമാ. റസൂലുള്ള ചിരിക്കുകയാണ്. അറഫയിൽ ഇരുന്നിട്ട് മുത്തി നബി ചിരിക്കുകയാണ്. എന്തിനാണ് നബിയെ, എന്തിനാണ് നബിയെ ചിരിക്കുന്നത്? അവിടെ അബൂബക്കർ തങ്ങൾ ചോദിക്കുമ്പോ, ഉമർ തങ്ങൾ ചോദിക്കുമ്പോ റസൂലുള്ള പറയുന്നു, സഹാബാ
ഇബ്ലീസ് തലയിൽ തുണിയിട്ടിട്ട് പൊട്ടിക്കരയുന്ന സ്വഹാബ. എങ്ങനെ സഹിക്കാൻ കഴിയും? എങ്ങനെ സഹിക്കാൻ കഴിയും? ലക്ഷക്കണക്കിന് പേര് ജീവിതത്തിൽ ചെയ്തു കൂട്ടിയത് മുഴുവനും അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞിട്ട് അവർ സ്വർഗത്തിലേക്ക് പോകുന്ന രാവാ, അവർ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന സമയമാ. എങ്ങനെയാ കരയാതിരിക്കുക? അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, അല്ലാഹു ചോദിക്കുകയാ, ഇവരെന്തിനാ ഇങ്ങനെ വന്ന് നിൽക്കുന്നതെന്നറിയുമോ? എന്നെ പേടിച്ചിട്ടാ, ശിക്ഷയെ ഭയന്നിട്ടാ. എന്നിട്ട് റസൂലുള്ള പറയുകയാണ്, അല്ലാഹുവേ ഇനി ഞാനവരെ ശിക്ഷിക്കൂല. അല്ലാഹു പറയുന്നു, ഞാനവരെ ശിക്ഷിക്കൂല. പടച്ചവന് അവരുടെ എല്ലാ പാപങ്ങളും പൊറുക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ, ജീവിതത്തിൽ ചെയ്ത ചില പാപങ്ങൾ പൊറുക്കണമെങ്കിൽ, ജീവിതത്തിൽ ചെയ്ത ചില പാപങ്ങൾ പൊറുക്കണമെങ്കിൽ അത് അറഫയിൽ ചെന്ന് നിന്നാലേ ചില പാപങ്ങൾ പൊറുക്കൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ചില പാപങ്ങൾ പൊറുക്കണമെങ്കിൽ തൗബ ചെയ്താൽ മതി. ചില പാപങ്ങൾ പൊറുക്കണമെങ്കിൽ സദഖ കൊടുത്താൽ മതി. ചില സൽക്കർമ്മങ്ങൾ ചെയ്താൽ പാപങ്ങൾ പൊറുക്കും. ചില കാര്യങ്ങൾ ചെയ്താൽ പാപങ്ങൾ പൊറുക്കും. ചില ദുആ ചെയ്താൽ പാപം പൊറുക്കും. നിസ്കരിച്ചാൽ ചില പാപം പൊറുക്കും. ഒളുവെടുത്താൽ ചില പാപം പൊറുക്കും. പക്ഷെ ചില പാപം പൊറുക്കണമെങ്കിൽ എവിടെ തന്നെ പോകണം? അറഫയിൽ പോയി നിൽക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ പോയി നിന്നാലേ ചില പാപങ്ങൾ പൊറുക്കും. അല്ലാഹു നമ്മുടെ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തിരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു മലക്കുകളോട് പറഞ്ഞു കൊടുക്കും, കണ്ടോ എൻ്റെ അടിമയെ കണ്ടോ, ഇതാണ് എൻ്റെ അടിമ. അവൻ എന്നെ ഭയന്നുകൊണ്ട്, എൻ്റെ ശിക്ഷയെ പേടിച്ചുകൊണ്ട് സർവ്വതും വലിച്ചെറിഞ്ഞിട്ട് 2 കഷ്ണം വെള്ള തുണിയും പിടിച്ചിട്ട് വന്നു നിൽക്കുന്നത് കണ്ടോ, ഇവനാണ് എൻ്റെ അടിമ. ഇവൻ ചോദിച്ചത് മുഴുവനും ഞാൻ കൊടുത്തു. ഇവന്റെ പാപം ഞാൻ പുറത്തു. ഇവനെ ഉമ്മ പ്രസവിച്ചതുപോലെ ഞാൻ ശുദ്ധീകരിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അൽ ഹജ്ജുൽ മബ്റൂർ. ഒറ്റ പ്രതിഫലം ഈ ഹദീസ് മതി. ഹജ്ജിന്റെ പ്രതിഫലം എന്താ? അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, പരിശുദ്ധമായ ഹജ്ജിന്റെ പ്രതിഫലം സ്വർഗ്ഗം മാത്രമാണ്, വേറെ ഒന്നുമില്ല. ഹജ്ജിന്റെ പ്രതിഫലം നിസ്കരിച്ചാൽ എന്തെല്ലാം കിട്ടും? നിസ്കരിച്ചാൽ സ്വർഗം കിട്ടുന്നല്ല. ചില കാര്യങ്ങൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ പ്രതിഫലമുണ്ട്. പക്ഷെ ഒരാൾ ഹജ്ജ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹജ്ജ് ചെയ്ത ഹാജിക്ക് ഒന്നേ ഉള്ളൂ, സ്വർഗം കിട്ടും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സ്വർഗം വേണോ? സ്വർഗം വേണോ? ഹജ്ജിന് കിട്ടിയിരുന്നാ കിട്ടും. ഇരുന്നോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹജ്ജിന് പോയാൽ സ്വർഗം കിട്ടും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഹലാലായ സമ്പത്തുണ്ടാക്ക്, അല്ലാഹുവിന്റെ തൃപ്തി കരുതിയിട്ട് പോകുക. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാതെ അനാവശ്യമായിട്ട് ഹജ്ജിങ്ങനെ നീട്ടിവെക്കുന്നവരുണ്ട്. അനാവശ്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തഅജ്ജലു ഇലൽ ഹജ്ജി യഅനി അൽ ഫരീളത ഫഇന്ന അഹദുകും ലാ യദ്രി മാ യഅരിദു ലഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിർബന്ധമായ ഹജ്ജ് കഴിയുന്ന വേഗം നീ ചെയ്യുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. നിർബന്ധമായ ഹജ്ജ് ആദ്യത്തെ ഹജ്ജ്, ആദ്യത്തെ ഹജ്ജ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ നിർബന്ധമായ ഹജ്ജ് നീട്ട് വേഗത്തിൽ ചെയ്യുക. കാരണം അവിചാരിതമായി തനിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും അറിഞ്ഞുവോ? അടുത്ത കൊല്ലം പോകാം, അടുത്ത കൊല്ലം ഉദ്ഹിയ ഉറ, അടുത്ത കൊല്ലം ആവട്ടെ. ഓനുണ്ടെങ്കിലല്ലേ കൊടുക്കാം. ഉദ്ഹിയ കൊടുക്കാൻ പറയുമ്പോൾ തന്നെ അടുത്ത കൊല്ലം കൊടുക്കാം. എന്തടുത്ത കൊല്ലം? നീ അടുത്ത കൊല്ലം ഉണ്ടെങ്കിലല്ലേടാ നീ കൊടുക്കത്തുള്ളൂ. എന്തെങ്കിലും സംഭവിച്ചു പോയി എന്ത് ചെയ്യും? നിന്റെ സമ്പത്തുണ്ടെങ്കിലല്ലേ എത്തിക്കാനിലായി എന്ത് ചെയ്യും? അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അവിചാരിതമായി എന്തെങ്കിലും കടന്നു വന്ന് എന്ത് ചെയ്യുക? അല്ലാഹുവിനെ അറിയത്തുള്ളൂ. നീ ജീവനോടുണ്ടോ? നിന്റെ സമ്പത്തുണ്ടോ? നിനക്ക് കണ്ണും കാലും ഉണ്ടോ? ആരോഗ്യമുണ്ടോ? ആർക്കറിയാം? എത്രയോ പേർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ നൽകുമാറാകട്ടെ. നമ്മുടെയൊക്കെ നാസർക്കാട് വീടിൻ്റെ ഒരു സഹോദരൻ, അദ്ദേഹത്തിന് നമ്മളൊക്കെ നല്ല അറിയുന്ന ചെറുപ്പക്കാരനാണ്. അവൻ്റെ ചെറിയ കണ്ണിലിൻ്റെ നരമ്പിൽ എന്തോ ഒരു ചെറിയ പ്രയാസം. കരുണക്കടലായ പടച്ചുറപ്പ് നമ്മളൊക്കെ വല്ലാതെ സ്നേഹിക്കുന്ന ചെറുപ്പക്കാരൻ. അള്ളാഹുവിന് ഹോസ്പിറ്റലിലാണ്. അള്ളാഹുവെ ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹുവെ നീ രക്ഷപ്പെടുത്തണേ പടച്ചവനെ. ഒരു പ്രയാസവും വരുത്തില്ല റഹ്മാനെ.
അള്ളാഹുവെ മല പോലെ വന്നതിനെ നീ മഞ്ഞുപോലെ ഉരുക്കിക്കളയണേ പടച്ചവനെ. അള്ളാഹുവെ ഒരു പ്രയാസവുമില്ലാതെ സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി വന്ന് അവൻ്റെ ഉമ്മയ്ക്ക് ഖിദ്മത്ത് ചെയ്യാൻ നീ ഭാഗ്യം കൊടുക്കണേ പടച്ചവനെ. എൻ്റെ ഉമ്മയുടെ രോഗങ്ങളൊക്കെ നീ മാറ്റണേ പടച്ചവനെ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇത്രയൊക്കെയുള്ള മനുഷ്യൻ, ഇന്നലെ കണ്ടവനെ ഇന്ന് കാണാത്ത ദുനിയാവ്. അതുകൊണ്ട് നിങ്ങൾ പിന്നെ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും മാറ്റിവെക്കരുത്. കഴിവുണ്ടായിട്ടും ഹജ്ജ് ചെയ്യാതിരുന്നാലോ? അള്ളാഹു കഴിവ് കൊടുത്തിട്ടുണ്ട്, സമ്പത്ത് കൊടുത്തിട്ടുണ്ട്, ആരോഗ്യം കൊടുത്തിട്ടുണ്ട്, പലതും കൊടുത്തിട്ടുണ്ട്, പോകുന്നില്ല. എന്ത്? സമയമില്ല. ഞാൻ ഹജ്ജിന് പോകുമ്പോൾ അവസാന സമയത്ത് ഹജ്ജിന് പോയി, പ്രസംഗമൊക്കെ ആയത് കാരണം ആ ഹജ്ജിൻ്റെ അവസാന സമയത്താണ് പോകുന്നത്. അപ്പം ഇങ്ങനെ മദീനത്തേക്കുള്ള മദീനത്ത് പോയിട്ടാണ്. അപ്പം ഞാനിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഒമാനിലാന്ന് തോന്നുന്നു, ഇവിടെ ഒരു എയർപോർട്ടിൽ ഒമാനിലാന്ന് തോന്നുന്നു, ബഹ്റൈനിലെ ഒമാനിലെങ്ങാണ്ട് വെച്ച് ഇങ്ങനെ എയർപോർട്ടിൽ ഇരിക്കുമ്പോൾ ഒരു സഹോദരൻ വന്ന് ഇങ്ങനെ സംസാരിച്ചു. അൽഹംദുലില്ലാ ഹജ്ജിന് പോവാണ്, കുറച്ചു നേരം ഫ്ലൈറ്റ് 2 മണിക്കൂറോ 3 മണിക്കൂറോ ലേറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുക. ഞാൻ ചോദിച്ചു, എവിടെ? സൗദിയിലാണ് ഉസ്താദ്. എന്താ പരിപാടി? 3-4 സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട്. ഞാൻ ചോദിച്ചു, ഹജ്ജിന് പോയിട്ടുണ്ടോ? പോയിട്ടില്ല. ഹജ്ജിന് പോയിട്ടുണ്ടോ? എവിടെ കിടക്കണ? സൗദിയിൽ. ഹജ്ജിന് പോയിട്ടുണ്ടോ? പോയിട്ടില്ല. എന്തേപ്പ? ആദ്യം ഞാൻ ചോദിച്ചത് ജോലിയല്ല ചോദിച്ചത്. ആദ്യം ഞാൻ ചോദിച്ചു ഹജ്ജ് ചെയ്തിട്ടുണ്ടോ? അപ്പൊ പറഞ്ഞു ഇല്ല. ഉംറയ്ക്കൊക്കെ പോയിട്ടുണ്ട്, ഹജ്ജിന് പോയിട്ടില്ല ഇതുവരെ. അപ്പൊ ഞാൻ വിചാരിച്ചു പൈസ ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ഞാൻ എന്താ ജോലി? ഒരു 3-4 സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, പാവപ്പെട്ടനാ. സുബ്ഹാനല്ലാഹ്. ഞാൻ ചോദിച്ചു, എന്തേ നിങ്ങൾ പോകാത്ത? കുറച്ച് ദിവസം മാറി നിൽക്കുമ്പോൾ ഈ ബിസിനസ് ഒക്കെ ആരാ നോക്കാൻ? അല്ലാഹു അഹ്ലം. സുബ്ഹാനല്ലാഹ്. ഇഹ്റാമിൽ ആ ഹജ്ജിന് പോണതായതുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല. എനിക്കിന്ന് നല്ലതുപോലെ ഓർമ്മയുണ്ട്. അദ്ദേഹം പറഞ്ഞ മറുപടി, ഞാൻ കുറച്ച് ദിവസം മാറി നിന്നാൽ എൻ്റെ ബിസിനസ് ഒക്കെ ആകെ താറുമാറായി, ഇപ്പോൾ ആരും നോക്കുന്നു. ഹജ്ജിന് പോയപ്പോൾ ആരുടെയെങ്കിലും മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ മനസ്സ് മാത്രമേ വേദനിപ്പിച്ചിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ ആ ചോദ്യവും ആ ഉത്തരം എനിക്ക് അത്ര സഹിച്ചില്ല. ഞാൻ ചോദിച്ചു, നീ മരിച്ചു പോയാൽ ആര് നോക്കുമെന്ന് ചോദിച്ചു. നീ മരിച്ചു പോയാൽ, അല്ലെങ്കിൽ നീ കടന്നു പോയാൽ നിന്റെ ബിസിനസ്. അയാൾ എന്നെ ഒരു കണ്ണുരുട്ടി നോക്കിയിട്ട് എഴുതിട്ട് പൊക്കളഞ്ഞു. ഞാൻ ആരുടെയെങ്കിലും മനസ്സ് പൊരുത്തം ചെയ്തിട്ട്, കാരണം അത്രയും സഹി കിട്ടാനും വല്ലാത്തൊരു ഉത്തരമായി പോയി. ഇതാ മനുഷ്യന്മാര് സൗദിയിൽ കിടന്നിട്ട് പോലും 11-18 വർഷമായ മണ്ണി, എന്നിട്ട് പോയി എന്ന് കാണാൻ പറ്റിയിട്ടില്ല. അല്ലാഹു അഅലം. പടച്ചറബ് ഈമാൻ നൽകുമാറാകട്ടെ. അതാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിവുണ്ടായിട്ട് ഹജ്ജ് ചെയ്യാതിരുന്നാൽ, ഇതുകൂടെ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഹജ്ജ് ചെയ്യുന്ന പ്രതിഫലം കിട്ടുന്ന നന്മ പഠിക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇതെന്തിനാ പറയണേ? ഹജ്ജിന്റെ പ്രതിഫലം കിട്ടുന്ന ചില നന്മകൾ പറയാനാണ്. ഹജ്ജിന്റെ പ്രതിഫലം കിട്ടുന്ന ചില നന്മകൾ. 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്